അതൊരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ഒരു തലപ്പത്തുള്ള കുറച്ച് ആളുകളാണ് അത് നയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവരെന്തോ സിനിമയോ സ്കിറ്റോ മറ്റോ നയിക്കുന്നത് എന്നിട്ടൊരു ക്രിയേറ്ററുടെ ലിബർട്ടി എടുത്തിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാം ഈ സിനിമയിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അത് പൊതുസമൂഹം അതേപോലെ രീതിയിൽ അതിനെ സ്വാംശീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്കതിനൊരു വിശദീകരണമായി കൊടുക്കാം. അത് ക്രിയേറ്ററുടെ ഒരു ലിബർട്ടിയാണ്, നമ്മുടെ ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ സീരിയലിലൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു ലിബർട്ടിയാണ് എന്നൊക്കെ പറയാം. പക്ഷേ അത്തരത്തിൽ പോലും അങ്ങനെ ഒരു വിശദീകരണം കൊടുത്താൽ പോലും ന്യായീകരിക്കാനാവാത്തൊരു കാര്യമാണ് നിലവിലുള്ളത്. ഒരു മതതീവ്രവാദി എന്ന് ഒരു പെൺകുട്ടിയെ പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ജിഹാദി എന്ന് പറയാം, മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്ന് പറയാം. എന്തൊരു ഗുരുതരമായ ഒരു കാര്യമാണത്. അത് എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആരോപിക്കുന്നത് ഒരു വ്യക്തിക്കെതിരെ എന്നുള്ളതിൻ്റെ ഒരു മിനിമം ബോധമോ അല്ലെങ്കിൽ ആ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആലോചനയോ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതമോ ആലോചിച്ചു കഴിഞ്ഞാൽ അത് പറയില്ല. അത്തരമൊരു ബോധം ഇത്രയും കാലമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ടിനി ടോമിനില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിന് കൊടപിടിക്കുന്ന രീതിയിൽ ശ്വേതാ മേനോൻ പെരുമാറാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കുക്കു പരമേശ്വരൻ, ഇത് മറ്റ് ചില പ്രശ്നങ്ങളാണ്, ഏകപക്ഷീയമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ശ്വേത ഇതിനൊക്കെ വളം വെച്ചു എന്ന നിലക്കൊക്കെ പ്രതികരിക്കാമോ എന്നുള്ളത്. ഇത്ര നിരുത്തരവാദപരമായിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് മറ്റേതെങ്കിലും തരത്തിൽ ഇനി അതും പാടില്ല. ഒരു സ്ത്രീയുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണത്, അത് അവിഹിതം ആരോപിക്കാം. പക്ഷെ അതിൽ കൂടുതൽ ഗൗരവം ഈ കാര്യത്തിന് ഈ മതതീവ്രവാദി മതപരിവർത്തനം നടത്തുക എന്നുള്ളതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.